എല്ലാവർക്കും തന്നെ ആക്ഷൻ ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഓണത്തിന് വമ്പൻ ക്ലാഷ് റിലീസാണ് എത്താൻ പോകുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയും ടോവിനോയുടെ സിനിമയും ഒക്കെ റിലീസിന് എത്താൻ പോവുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് നോക്കിയേക്കാം. കമലഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത് നാളെ തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ഇന്ത്യൻ 2. ഇന്നലെയായിരുന്നു സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സിനിമയുടെ ഏകദേശം 2 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിനിമയുടെ ഭാഗത്ത് നിന്നും സിനിമയുടെ എൻഡ് ക്രെഡിറ്റിൽ സിനിമയുടെ വരാൻ പോകുന്ന ഇന്ത്യൻ 3യുടെ ട്രെയിലറോ ടീസറോ പ്രദർശിപ്പിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സിനിമയുടെ വരാൻ പോകുന്ന ഇന്ത്യൻ 3 എന്ന പാർട്ടിൻ്റെ VFX ഒക്കെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ, അതായത് വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. കേരളത്തിൽ നമ്മുടെ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ കൂടെ തന്നെ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഗ്ലിംസ് വീഡിയോ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. 2 സിനിമയുടെയും ഡിസ്ട്രിബ്യൂഷൻ അവകാശം വാങ്ങിച്ചിട്ടുള്ളത് ഗൂഗിൾ മൂവീസ് ആണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ നായകനാക്കി നമ്മുടെ ലാലേട്ടൻ്റെ കരിയറിലെ ആദ്യത്തെ ഡയറക്ടറൽ സിനിമയാണ് ബറോസ്. ഇതൊരു 3D സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റൂമർ അപ്ഡേറ്റുകളെല്ലാം തന്നെ പറയുന്നത് ബറോസ് എന്ന സിനിമ ഈ വരുന്ന ഓണത്തിന്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 12-ന് ലോകമെമ്പാടുമായുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആശീർവാദ് സിനിമാസ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ VFX വർക്കൊക്കെ ഇന്ത്യക്ക് പുറത്താണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലിംസ് വീഡിയോയ്ക്ക് നല്ലൊരു റിവ്യൂസ് തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ ലാലേട്ടൻ്റെ ബാറോസ് എന്ന സിനിമയുടെ റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് ടൊവിനോ തോമസിന്റെ കരിയറിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ജിതിൻ ലാൽ സംവിധാനം ചെയ്ത സിനിമയാണ് അജയിൻ്റെ 2ാം മോഷണം. സിനിമയുടെ റിലീസൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 12, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ബറോസിനോടൊപ്പം ക്ലാഷ് റിലീസായിട്ടായിരിക്കും സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. 3ഓളം വ്യത്യസ്ത ഗെറ്റപ്പിലായിട്ടാണ് ടൊവിനോ തോമസ് ഈ ഒരു സിനിമയിൽ എത്താൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടീസറിനൊക്കെ നല്ലൊരു അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് തമിഴിൽ നിന്നും വരാൻ പോകുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ധനുഷ് നായകനായി, ധനുഷ് തന്നെ സംവിധാനം ചെയ്ത് ധനുഷിൻ്റെ കരിയറിലെ 50ാമത്തെ സിനിമയാണ് രായൻ. സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഈ വരുന്ന ജൂലൈ 26-നാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി. അടുത്തതായിട്ട് സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യാൻ പോകുന്ന അന്യഭാഷ സിനിമകൾ ഏതാണെന്ന് നോക്കിയേക്കാം. ശിവകാർത്തികനെ നായകനാക്കി രാജ്കുമാർ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയാണ്, ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അമരൻ. ഈ ഒരു സിനിമയിൽ സോൾജറായിട്ടാണ് ശിവകാർത്തികൻ എത്തുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ സെപ്റ്റംബർ 27-ാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ശിവകാർത്തികന്റെ അമരൻ എന്ന സിനിമയോടൊപ്പം തന്നെ ക്ലാഷ് റിലീസിന് എത്താൻ പോകുന്ന മറ്റൊരു തെലുങ്ക് സിനിമയാണ് ദേവര. ജൂനിയർ NTR ആണ് നായകനായി വരുന്നത്. ഈ ഒരു സിനിമയുടെ പാർട്ട് 1 ആണ് ഈ വരുന്ന സെപ്റ്റംബർ 27-ന് റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമയിലെ മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അനിരുദ്ധാണ്. സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യാൻ പോകുന്നത് വമ്പൻ സിനിമകളാണ്. ദുൽഖർ സൽമാൻ നായകനായി വരുന്ന തെലുങ്ക് സിനിമയായ ലക്കി ഭാസ്കർ, തലപതി വിജയ് നായകനായി വരുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ടൊവിനോ തോമസ് നായകനാവുന്ന അജയിൻ്റെ 2ാം മോഷണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഡയറക്ടർ സിനിമയായ ബറോസ്, പിന്നെ അമരൻ, ദേവര. ഇതിലേത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക.